അസ്സലാമു അലൈക്കും. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷജീസ് റെസിപ്പീസ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചിക്കൻ ദം ബിരിയാണിയാണ്. ആ ബിരിയാണിക്ക് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ആദ്യം ഞാനിവിടെ അതിനുവേണ്ടി എടുത്തു വെച്ചിട്ടുള്ളത് കൈമ റൈസാണ്. റോസ് കൈമയാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള അരി നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി അത് അരമണിക്കൂർ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചിക്കനാണ്. ചിക്കൻ ഞാനിവിടെ 1.5 കിലോ ചിക്കൻ മീഡിയം സൈസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 6 സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നീളത്തിൽ തന്നെ അരിയാൻ ശ്രദ്ധിക്കണം. നമ്മൾ ഗാർണിഷിങ്ങിന് കൂടിയാണ് ഈ സവാള എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ തൊണ്ടൻമുളക് ഈ ഇറച്ചിക്ക് കുറച്ചുകൂടി സ്വാദ് കൂട്ടും, അത് ഇടാൻ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ റെഡ് ചില്ലി പൗഡർ ഒന്നും ഇതിനു വേണ്ടി ചേർക്കുന്നില്ല. നമ്മൾ പച്ചമുളകാണ് ഇതിനു വേണ്ടി കൂടുതലായി ചേർക്കുന്നത്. പിന്നെ 2 മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി. നമ്മളെപ്പോഴും ഈ വെളുത്തുള്ളി എടുക്കുമ്പോൾ ഇഞ്ചിയേക്കാൾ കൂടുതൽ എടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ വേണ്ടത് രമ്പയില, പുതിനയില, മല്ലിയില. പിന്നെ ഒരു നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, ചോറിന് പിഴിഞ്ഞൊഴിക്കാൻ വേണ്ടിയാണ് അത്. പിന്നെ ഏലക്ക, കറുവ, പട്ട. പിന്നെ ഗാർണിഷിങ്ങിനായി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് അണ്ടിപ്പരിപ്പും കിസ്മിസുമാണ്. പിന്നെ വേണ്ടത് നെയ്യും വെളിച്ചെണ്ണയുമാണ്. ഇത്രയുമാണ് ഇതിനു വേണ്ടിയുള്ള സാധനങ്ങൾ. എടുത്തു വെച്ചിരിക്കുന്ന അരി നമുക്ക് അരിപ്പയിലോട്ട് ഊറ്റിയെടുത്ത് വയ്ക്കാം. പിന്നെ പച്ചമുളകും ഇഞ്ചി, വെളുത്തുള്ളിയും ഏലക്കയും കറുവയും പട്ടയും നമുക്കൊന്ന് തല്ലിയെടുത്ത് വെച്ചിട്ട് വരാം. ഞാനിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും ഏലക്കയും കറുവയും പട്ടയും കുറച്ച് പച്ചമുളകും കൂടെ ചേർത്ത് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളകും തൊണ്ടമുളകും കൂടെ നീളത്തിലും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി അടുത്ത മസാല തയ്യാറാക്കാൻ തുടങ്ങാം. നമുക്ക് ഒരു അടുപ്പ് കത്തിച്ച് പാത്രം അടുപ്പിലോട്ട് വെച്ച് പാത്രം ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടത്. ഈ സവാള നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒരു സവാള മാറ്റി വയ്ക്കണം, ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ് അത്. ബാക്കിയുള്ള സവാള മുഴുവനായിട്ട് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഈ സമയത്ത് സവാളയുടെ കൂടെ ചേർന്ന് തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇത് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ നമുക്ക് ഉപ്പ് കൂടി ചേർത്ത് ഇതൊന്ന് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഉള്ളി നമുക്ക് വഴന്നു വരുന്ന സമയം കൊണ്ട് അടുത്തൊരു അടുപ്പിലോട്ട് ഒരു ബിരിയാണി വെക്കുന്ന പാത്രം വെച്ച് അത് ചൂടാകുമ്പോൾ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോട് കൂടി ചേർന്ന് തന്നെ നമുക്ക് 3 ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കേണ്ടതുണ്ട്. അതുകൂടി ചൂടായി വരുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് നമുക്ക് പൊരിച്ചെടുക്കണം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയും നെയ്യും ഒക്കെ ഒഴിച്ച് സവാള ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഒന്ന് പൊരിച്ചെടുക്കണം. ഗാർണിഷിങ്ങിനുള്ള സവാള ഇട്ടിരിക്കുന്നത് മീഡിയം തീയിലാവാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ മസാല നമുക്കൊന്ന് നോക്കാം. മസാലയുടെ സവാള ഇപ്പോൾ കുറച്ച് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് രമ്പയിലയും പുതിനയിലയും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലിപ്പോൾ പച്ചമുളകും വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി തല്ലി വെച്ച് സാധനങ്ങൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. തല്ലി വെച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, ഏലക്ക, കറുവ, പട്ട, ഇത്രയാണ്. ഇത് മുഴുവനായിട്ട് നമുക്ക് ഇതിലോട്ട് ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. പാത്രം അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയം നമ്മുടെ ഗാർണിഷിങ്ങിനുള്ള സവാള കുറേശ്ശെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന രമ്പയിലയും പുതിനയിലയും ഗാർണിഷിങ്ങിനുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തീ ലോ ഫ്ലെയിമിലിടാൻ മറക്കരുത്, ഇല്ലെങ്കിൽ എല്ലാം കൂടെ കരിഞ്ഞു പോകും. അപ്പോൾ ഇതിലോട്ടിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഗാർണിഷിങ്ങിനുള്ള സാധനങ്ങളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനിയിട്ടത് കരിഞ്ഞു പോകും. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. കോരി മാറ്റിയ എണ്ണയിൽ തന്നെ നമുക്ക് അരി താളിച്ചെടുക്കാം. അപ്പോൾ ഇതിലോട്ട് 2 ഏലക്കയും 2 ഗ്രാമ്പുവും കുറച്ച് പട്ടയും കൂടെ ഇട്ട് താളിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഈ എടുത്തു വെച്ചിരിക്കുന്ന അരി കൂടി ഇതിലോട്ടിട്ട് വഴറ്റിയെടുക്കാം. നമ്മൾ അരി ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് മസാല നോക്കാൻ മറന്നു പോകരുത്. നമ്മളിട്ട് ചതച്ചിട്ട് വെച്ച മസാലയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് വഴറ്റി കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ആഡ് ചെയ്യുമ്പോൾ ഇതിനെ ഇളക്കി കൊടുത്ത് ഒന്ന് മൂടി വെച്ച് വേവിക്കണം.
ഇപ്പോൾ നമ്മൾ 10 മിനിറ്റ് അരി വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ അരി വറുക്കാതെ ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ വറുത്തെടുത്ത് ഉപയോഗിക്കുന്നേ ഉള്ളൂ. പിന്നെ ഇതിലോട്ട് തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ഉപയോഗിച്ച് കൊടുക്കുന്നത്. 1.5 കിലോ അരിക്ക് ആണ് ഞാനിപ്പോൾ വെള്ളം ഉപയോഗിച്ച് കൊടുക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത്. പിന്നെ എടുത്ത് വെച്ച നാരങ്ങ നീരില്ലേ, ഒരു നാരങ്ങയുടെ നീര് അതുകൂടി ഇതിലോട്ട് ചേർത്ത് യോജിപ്പിച്ച് കൊടുക്കണം. പിന്നെ 3 ടീസ്പൂൺ ഉപ്പുകൂടി ചേർക്കുന്നുണ്ട്. ആവശ്യാനുസരണം ഉപ്പ് ചേർക്കാം. ഞാനിവിടെ ഉപ്പുകൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ഇതൊന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. നമുക്കിനി ഇതിലോട്ട് മസാലകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ചീരകം ചതച്ചത് അഥവാ വലിയ ജീരകം അത് ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1.5 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഈ പെരിഞ്ചീരകം ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദും മണമാണ് കേട്ടോ. അത് നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. പിന്നെ ഇതിലോട്ട് വെള്ളമൊന്നും ആഡ് ചെയ്ത് കളയരുത്. കാരണം ചിക്കനിൽ നിന്ന് തന്നെ ഇതിലോട്ട് വെള്ളം ഊറി വരും. അപ്പോൾ നമുക്ക് ചിക്കനിലെ വെള്ളം വറ്റാനായി വെച്ച് കൊടുക്കാം. നമ്മൾ സവാള വഴറ്റാൻ വേണ്ടിയുള്ള ഉപ്പ് മാത്രമേ ഇതിലോട്ട് ഇട്ടിട്ടുള്ളൂ. ഇനി ചിക്കനിലോട്ടുള്ള ഉപ്പ് കൂടി ഇതിലോട്ടിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കണം. നമുക്ക് ആവശ്യാനുസരണം ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഈ സമയം നമ്മുടെ അരി എന്തായെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ 3/4 വേവായിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ 3/4 വേവായതുകൊണ്ട് നമുക്കിത് ഓഫാക്കി വെച്ച് കൊടുക്കാം. കാരണം ഇതിന് ദമ്മിലിരിക്കുമ്പോൾ കുറച്ചുകൂടി വെന്ത് വരാനുള്ളതാണ്. അപ്പോൾ ഇത് ഇളക്കി വെച്ച് അടച്ചു വയ്ക്കാം. ചിക്കനിലുള്ള വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. ഈ സമയം ഇനി തീ ഓഫാക്കി കൊടുക്കാൻ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഇതിലോട്ട് മല്ലിയിലയും ചേർത്ത് 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടെ ചേർത്ത് ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് ചോറൊന്ന് തുറന്ന് നോക്കി പൈനാപ്പിൾ എസൻസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ പൈനാപ്പിൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ അതാണ് ഈ സമയത്ത് ചേർക്കുന്നത്. പൈനാപ്പിൾ അരിഞ്ഞതും ചേർത്ത് ചോറൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിന് ദമ്മിടാൻ തുടങ്ങാം. ദമ്മിടാൻ വേണ്ടിയിട്ട് നമ്മൾ പകുതി ചോറ് മാറ്റിയെടുത്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ താഴെ നിന്നാണ് ചോറെടുക്കേണ്ടത്. അടിഭാഗത്തുനിന്ന് നമുക്ക് പകുതി ചോറെടുത്ത് മാറ്റി വയ്ക്കാം. ഇതിൽ നിന്ന് പകുതി ചോറ് നമ്മൾ മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി പകുതി ചോറ് അതിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പകുതി ചോറ് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും അതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇറച്ചി മസാല കൂടെ ഇതിൻ്റെ പുറത്തോട്ടൊന്ന് വിതറി കൊടുക്കണം. എടുത്തു വെച്ച ബാക്കി ചോറ് കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചോറൊക്കെ നല്ലതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്ത് കുറച്ച് എണ്ണകളൊക്കെ ഒഴിച്ചു കൊടുക്കണം. അതിനായി നമ്മൾ 3 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. പിന്നെ ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൊളസ്ട്രോളൊക്കെ ഉള്ളവർ ഒന്ന് കുറച്ച് ഉപയോഗിച്ചാൽ മതി. ആവശ്യമുള്ളവർ ആവശ്യാനുസരണം എണ്ണ ഉപയോഗിക്കുക. പിന്നെ ഇതൊരു ബിരിയാണിയൊക്കെ അല്ലേ, കുറച്ചൊക്കെ ഒന്ന് ഹെവി ആവാം. നമുക്കിനി നമ്മുടെ ചോറൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അതിനായി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബാക്കി പൈനാപ്പിൾ കൂടി ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. പൈനാപ്പിളും ചേർത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും ചേർത്ത് പിന്നെ ഞാൻ കുറച്ച് സാഫ്രോൺ പാലിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, കുങ്കുമപ്പൂവാണത്, അതുകൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ. ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി ചേർക്കുന്നതേ ഉള്ളൂ. ഇനി ലാസ്റ്റ് നമുക്ക് നമ്മൾ മൂപ്പിച്ചെടുത്ത് വെച്ചിരിക്കുന്ന സവാളയും അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് കഴിഞ്ഞാൽ നമ്മുടെ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ദം ബിരിയാണി ഇനി അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് തീ നല്ല ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ദമ്മിലിടാൻ. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ നമ്മുടെ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദം ബിരിയാണി ഞാൻ ദാ ഇവിടെ സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട്. ഇത് ഓരോ സൈഡിൽ നിന്ന് ഇളക്കിയെടുക്കാവൂ. നമ്മൾ എല്ലാ സൈഡിൽ നിന്നും ഇളക്കിയെടുക്കാൻ പാടില്ല. ഇത് നമുക്കിപ്പോൾ ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം.
ദാ നമ്മുടെ സൂപ്പറായിട്ടുള്ള നല്ല ടേസ്റ്റി ബിരിയാണി ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെയാണ് ഇവിടെ വരുന്നത്. കുട്ടികളൊക്കെ ബിരിയാണി സെർവ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരിക്കലെങ്കിലും എൻ്റെ ഈ ബിരിയാണി നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങൾക്കൊക്കെ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ. അസ്സലാമു അലൈക്കും.